നിങ്ങൾക്ക് ജേർണൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തെഴുതണം എന്നറിയില്ല. വലിയ വലിയ സെൻറ്റൻസ് എഴുതണോ, ബുള്ളറ്റ് പോയിന്റ്സ് എഴുതണോ, എന്തെഴുതും എന്നുള്ള കൺഫ്യൂഷനിലാണോ നിങ്ങൾ? ബേസിക്കലി ഈ ജേർണലിങ് എഴുതാൻ തുടങ്ങിയ സമയത്ത് എനിക്കും ഇതേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തെഴുതും, കഥ എഴുതണോ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എഴുതണോ, നമ്മുടെ ദിവസത്തിനെ കുറിച്ച് എഴുതണോ. ഒരു ഭൂരിഭാഗം പേരും അങ്ങനെ ആയിരിക്കില്ല. അതൊക്കെ എന്തെഴുതണമെന്നോ എങ്ങനെ അവരുടെ ഫീലിങ്സ് ഇൻ്റർപ്രിറ്റ് ചെയ്തൊരു സെൻറ്റൻസിലോട്ട് ആക്കണമെന്നോ ചിലപ്പോൾ അറിയാത്തവരായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. ഒരു ഡയറിയോ ജേർണലോ വാങ്ങിച്ച് ജേർണൽ ചെയ്യാൻ തീരുമാനിച്ച് ഫസ്റ്റ് പേജ് എഴുതിയിട്ട് 80% പേരും സെക്കൻഡ് പേജ് എഴുതാറില്ല എന്നാണ് പല സ്റ്റഡീസും പറയുന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഒന്ന് എഴുതി ഒരു എഫേർട്ട് ഇട്ട് കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഒരു ആങ്സൈറ്റി ലെവൽസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ടും ഒത്തിരി സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജേർണലിങ്ങിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ പല വീഡിയോസിലും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കലി നമ്മൾ എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, എന്തെഴുതാം, എങ്ങനെ എഴുതാം, ഇതെങ്ങനെ ഒരു ഹാബിറ്റായിട്ട് നമുക്ക് തുടർന്നുകൊണ്ട് പോവാം. ഒബ്വിയസ്ലി ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക് വരും, എന്നാലും തിരിച്ച് ഇതിലോട്ട് എങ്ങനെ വരാം. ഒരു കോമൺ മിത്ത് എന്താണെന്ന് വെച്ചാൽ, ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ട എസ്സേ ആണെന്നാണ്, അല്ലെങ്കിൽ പേജ് ബൈ പേജ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഒരുവിധപ്പെട്ടവരെല്ലാം കണക്കാക്കുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇതൊരു ബുള്ളറ്റ് പോയിന്റ് ആവാം, അല്ലെങ്കിൽ ഒറ്റ ലൈൻ ആവാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ഏർലി 20s ഒരിക്കൽ സ്റ്റക്കായിട്ട് പിന്നെ ഒത്തിരി മാസം കഴിഞ്ഞ് പിന്നെയും ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എഴുതിയൊരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, ഐ എം ജസ്റ്റ് കൺഫ്യൂസ്ഡ് അബൌട്ട് മൈ ഏർലി 20s എന്നുള്ളതാണ്. അപ്പം അതൊരു സെൻറ്റൻസ് മതി. ആ സെൻറ്റൻസിൽ നിന്നായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നുള്ള എൻ്റെ എത്രയോ മാസങ്ങളുള്ള ജേർണലിംഗ് മൊത്തം ആ ഒരു ലൈനിൽ നിന്ന് ബേസ് ചെയ്തായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അത് എഴുതി വരുമ്പം എനിക്ക് ആ ഒരു സെൻറ്റൻസിൽ നിന്ന് അവസാനം ഐ ഗോട്ട് ലോട്ട് ഓഫ് ക്ലാരിറ്റി. മൈ പോയിന്റ് ഇസ്, ഇത് എസ്സേ ആവണമെന്നില്ല, നിങ്ങളുടെ ഒരു മെൻ്റൽ ഡംപ് ആവാം. അതായത് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എഴുതാം, നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സന്തോഷം എഴുതാം, സങ്കടം എഴുതാം, എല്ലാം എന്തും നിങ്ങൾക്ക് എഴുതാം. അതൊരു വേർഡ് ആവട്ടെ, ഒരു സെൻറ്റൻസ് ആവട്ടെ, ഒരു ബുള്ളറ്റ് പോയിന്റ് ആവട്ടെ, ഒരു കഥയാവട്ടെ, ഓക്കെ, എന്തും എഴുതാം. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു 4 പ്രോംപ്റ്റാണ്. ഈ പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് എഴുതണം എന്നൊന്നും അറിയില്ല, പക്ഷേ ഒരു 4 ചോദ്യങ്ങളാണ് ബേസിക്കലി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ജേർണലായി. അതിൻ്റെ അത് നമ്പർ 1 എന്ന് പറയുന്നത് ബ്രെയിൻ ഡംപാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്താണോ ഉള്ളത് അത് നിങ്ങളങ്ങ് എഴുതണം. അത് ചിലപ്പോൾ ഒരു പരീക്ഷയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിയെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ കുറിച്ചായിരിക്കാം, നിങ്ങൾക്ക് അറിയാവുന്നതോ അറിഞ്ഞുകൂടാത്തതോ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചായിരിക്കാം. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സെൻറ്റൻസ് എഴുതാൻ നോക്കണം. അതാണ് സിമ്പിൾ ബ്രെയിൻ ഡംപ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഒത്തിരി മെൻ്റൽ ബ്ലോക്ക് മാറും. അപ്പം തന്നെ കുറച്ച് ക്ലാരിറ്റി വന്ന് നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്തോ സ്ട്രക്ചർ ഇല്ലാതെയോ എങ്ങനെയെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതാൻ നോക്കുക. അത് തന്നെയാണ് ജേർണലിങ്ങിൻ്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മെൻ്റൽ ക്ലട്ടർ ഒത്തിരി കുറഞ്ഞു കിട്ടും. അതായത് നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്തുള്ള ഒത്തിരി ബ്രെയിൻ സ്പേസ് കിട്ടും. നിങ്ങളുടെ മൈൻഡ് കാമാവും. ബ്രെയിൻ്റെ അകത്തുള്ള, അതായത് ലിറ്ററലി നമ്മളൊരു വീട് വൃത്തിയാക്കുമ്പോൾ ചവറെല്ലാം എടുത്ത് വെളിയിൽ കളയില്ലേ, ലിറ്ററലി അതേപോലെയാണ് സംഭവിക്കുന്നത്. ബ്രെയിൻ്റെ അകത്തുള്ള തോട്ട്സ് എല്ലാം കൂടി നിങ്ങളൊരു പേപ്പർ എഴുതുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എംപ്റ്റി ആവും, ക്ലീൻ ആവും. ഇനി ഇത് എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ രാവിലെയാണ് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഐഡിയലി നിങ്ങൾ രാവിലെ ചെയ്യണം, കാരണം രാവിലെ ഇപ്പം അഗെയിൻ ഞാൻ വൃത്തിയാക്കുന്നതിൻ്റെ ഒരു അനോളജി പറഞ്ഞല്ലോ, ആ വൃത്തിയാക്കുന്ന പോലെയാണ് രാവിലെ ചെയ്താൽ ഏറ്റവും നല്ലത്, വൈകുന്നേരത്തും വരെ കാത്തിരിക്കേണ്ട. ഇനി രണ്ടാമത്തെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എഴുതേണ്ടത് വാട്ട് മെയ്ഡ് യു സ്മൈൽ ടുഡേ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഷ്ടതയിലൂടെ നിങ്ങൾ പോയാലും നിങ്ങൾ ചിരിച്ചിട്ടുണ്ടാവും ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ. അത് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവമായിരിക്കാം, നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ ഒരു അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും കണ്ടൊരു കാഴ്ചയായിരിക്കാം, ചിലപ്പോൾ അത് ബസ്സിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് പോയിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഓഫീസ് വർക്ക് സ്പേസിലോ ഫാമിലിയിലോ എവിടെ വേണമെങ്കിലും ആയിരിക്കാം. എന്താ നിങ്ങളെ സന്തോഷപ്പെടുത്തിയെന്നുള്ളത് എഴുതുക. ഇങ്ങനെ ചെയ്യുന്നതിനെ ബേസിക്കലി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും, നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ആവും എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്. തേർഡ് പ്രോംപ്റ്റ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാതെ വച്ചേക്കുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്, ഈസിയുമാണ് ചെയ്യാൻ, പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യം. അതായത് നിങ്ങൾക്ക് ഈസി ആയിരിക്കണം അത്, അല്ലാതെ ഇമ്പോസിബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഗോളോ അങ്ങനെ ഒന്നുമല്ല, പക്ഷെ നിങ്ങൾ ചെയ്യാതിരിക്കുന്നൊരു കാര്യം. അതെന്താ? അത് ഒറ്റ കാര്യം എഴുതാവും. ചിലപ്പോൾ അത് ഒരാൾക്കൊരു കോൾ ചെയ്യുന്നതാവാം, മെസ്സേജ് അയക്കുന്നതാവാം, നിങ്ങൾക്കൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാവാം. അത് നിങ്ങൾ എഴുതണം. ഇത് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം, നിങ്ങൾക്ക് അറിയാം, ഇപ്പം പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങൾ ചെയ്യുമ്പം
ചെറിയ ഭൂരിഭാഗം പ്രോക്രാസ്റ്റിനേഷൻ ടാസ്കും നടക്കുന്ന നമുക്ക് ബേസിക്കലി 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക്കാണ്, അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക്കാണ്. ഞാൻ പറഞ്ഞതല്ലേ, ഇത് എവിടെയോ വായിച്ചതാണ്. അപ്പം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഭാരം അങ്ങ് കുറയ്ക്കും. ബേസിക്കലി നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ജേർണലിങ്ങിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ ബ്രെയിൻ സ്പേസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബ്രെയിനിനെ മാക്സിമം എംപ്റ്റി ആക്കി വെക്കുക, ഒത്തിരി വർക്ക് സ്പേസ് കൊടുക്കുക, ബ്രെയിൻ കൂടുതൽ ഭാരം കൊടുക്കാതിരിക്കുക അതിലേക്ക്. അപ്പം തന്നെ നിങ്ങൾക്ക് ഒത്തിരി ചിന്തിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും, ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റും. കോമൺ സെൻസ് എന്നൊക്കെ നാട്ടുഭാഷയിൽ പറയും, അതായത് കോമൺ സെൻസോട് കൂടി പല കാര്യങ്ങളും ചെയ്യാൻ നോക്കുക. കോമൺ സെൻസ് ഇസ് നോട്ട് കോമൺ എനിമോർ. സോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നാലാമത്തത്, നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പേടിയുള്ളൊരു കാര്യം എഴുതണം. നിങ്ങളുടെ ജോലി ക്വിറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനായിരിക്കാം, അല്ലെങ്കിൽ ജോലി ഇരുന്നു കൊണ്ട് തന്നെ ഒരു ബിസിനസ് ചെയ്യാനായിരിക്കാം, നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് സാധനം ചെയ്യാനായിരിക്കാം, നിങ്ങൾക്കൊരു ടെക്നിക്കൽ സാധനം പഠിക്കാനായിരിക്കാം. നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പേടിയാണ് അത് ചെയ്യാൻ. പഠിക്കാൻ ആൾക്കാർക്ക് പേടിയുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ചിലപ്പം അതിന് വേണ്ടുന്ന പൈസ നിങ്ങൾക്ക് ഇല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് പേടിയായിരിക്കും ചെയ്യാൻ. ആ പേടിയുള്ള സാധനം നിങ്ങൾ എഴുതണം ഈ ജേർണലിങ്ങിൽ. അപ്പം ഇതിൻ്റെ ടെക്നിക്കൽ വശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഗ്ലാസ് സീലിംഗ് ഉണ്ടാവും. അതായത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പം ഒത്തിരി സക്സസ്ഫുൾ ആൾക്കാർ നിങ്ങളും കേട്ടിട്ടുണ്ടാവും, അവരുടെ മൈൻഡ് സെറ്റാണ് എല്ലാം ചെയ്യുന്നത്. അവരുടെ കയ്യിൽ കാശുണ്ടാവില്ല, പഠിത്തം കാണില്ല, അവരുടെ ചുറ്റും ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടാവില്ല, പക്ഷെ അവരുടെ മൈൻഡിൽ അവർ കിങ് ആയിരിക്കും അവരുടെ വേൾഡിൽ. അതുകൊണ്ട് തന്നെ അവർക്കൊരു സീലിംഗ് ഇല്ല, അവർക്കൊന്നും തന്നെ ലിമിറ്റഡ് അല്ല, അവർ ലിമിറ്റേഷൻസ് ഒന്നും കാണുന്നില്ല. അപ്പം അതേപോലെ തന്നെ ഇങ്ങനത്തെ ലൈൻസ് നിങ്ങൾ എഴുതുമ്പം മാനിഫെസ്റ്റേഷനൊക്കെ അഗെയിൻ പറയും. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അല്ല കേട്ടോ, ഞാനിതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ ഞാൻ പറഞ്ഞിരുന്നതാണ്. ടെക്നിക്കലി നിങ്ങൾ മേ ബി യു കൺസൾട്ട് സംബഡി ഹു നോസ് ടെക്നിക്കൽ സ്റ്റഫ്, പക്ഷേ ഇതിൻ്റെ പ്രാക്ടിക്കലി എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ എഴുതുമ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഗ്ലാസ് സീലിംഗ് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് യു വിൽ അച്ചീവ് ദ ഇംപോസിബിൾ വിച്ച് യു തോട്ട്. സോ ഇതാണ് 4 പ്രോംപ്റ്റ്സ് വിച്ച് യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് ഇൻ യുവർ ജേർണൽ. ഇതിൻ്റെ 4ൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ഒരേ ഉത്തരം നിങ്ങൾ എഴുതിക്കോ. ഐ ഗ്യാരണ്ടി നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഒരു പ്രോംപ്റ്റിൻ്റെ എങ്കിലും ഉത്തരം മാറും നിങ്ങൾക്ക്. കാരണം അങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ആവുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ഇതിൻ്റെ ഉത്തരങ്ങൾ തന്നെ കൊടുക്കുമ്പോൾ തന്നെ യു വിൽ ഹാവ് സോ മച്ച് ഓഫ് ക്ലാരിറ്റി. ഈ 4 പ്രോംപ്റ്റ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, സോ ദാറ്റ് യു ക്യാൻ യൂസ് ദാറ്റ് എനി ടൈം. ഇനി നിങ്ങൾ ഇത് ചെയ്ത് തുടങ്ങി, നിങ്ങൾക്ക് ലെവൽ 2 പോകണം. അതായത് നിങ്ങൾക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, നൗ നിങ്ങൾക്ക് മനസ്സിലായോ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല, ഇത്ര എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് എഴുതണം. ഇപ്പം ഞാൻ പറഞ്ഞ 4 പ്രോംപ്റ്റ്സ് നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ ഒരു മാക്സിമം 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ ആ ഗ്രൂവിലായി, യു ആർ ലൈക്കിംഗ് വാട്ട് യു ആർ ഡൂയിങ്. ഇനി അടുത്ത ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് മോർണിംഗ് ക്ലാരിറ്റി പ്രോംപ്റ്റ്സ് എന്ന് പറയും. അതായത് ഒരു 3 ക്വസ്റ്റ്യൻസ്, അതായത് ബേസിക്കലി 3 ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഞാൻ അത് നോക്കിയാണ് ഞാൻ സാധാരണ ചിലപ്പോൾ എഴുതാറുള്ളത്. ഇപ്പോൾ എനിക്കൊന്നും എഴുതാനില്ലെങ്കിൽ ഞാൻ ഇതങ്ങ് ഫോളോ ചെയ്യും. വാട്ട് ആം ഐ എക്സൈറ്റഡ് അബൌട്ട് ടുഡേ എന്നുള്ളത്. അതായത് ഇന്ന് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ എഴുതും. ഒന്നുമില്ലെങ്കിൽ പോലും ഒരു സിനിമ കാണുന്നതാണെങ്കിൽ പോലും. ഇപ്പം ഞാനൊക്കെ ചില ദിവസങ്ങളിൽ സിനിമ കാണാൻ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ആളാണ്. അതായത് അല്ലെങ്കിൽ രാവിലത്തെ ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും തിരക്കെല്ലാം കഴിഞ്ഞ് രാത്രി വന്ന് ആ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്കിഷ്ടമാണ് അതൊക്കെ. അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ ഒരു ഭാഗം, അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് സാധനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് ആവാം. എന്താണെന്ന് വെച്ചാൽ ആ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം നിങ്ങൾ എഴുതാൻ നോക്കുക. വേറൊരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് തെറ്റാൻ സാധ്യതയുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ തിങ്സ് വിച്ച് ക്യാൻ ഗോ റോങ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് എന്തായാലും പണി പാടും, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതും എഴുതുക. ഇനി 3ാമത്തേത്, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വാട്ട് ഡു ഐ വോണ്ട് ടു ഫീൽ അറ്റ് 9 PM ടുഡേ. ഇത് രാവിലെ ഞാൻ എഴുതുമ്പോൾ ഞാൻ സാധാരണ എഴുതുന്നതാണ്. അതായത് ഇന്ന് രാത്രി 9 മണിക്ക് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യണം എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ദിവസത്തിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിനെ കുറിച്ചായിരിക്കാം, ആളെ കുറിച്ചായിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി 9 മണിക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് രാവിലെ നിങ്ങൾക്ക് ചുമ്മാ പ്രെഡിക്റ്റ് ചെയ്യാം, എഴുതി നോക്കുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എഴുതിയ സാധനം നിങ്ങൾക്ക് 9 മണിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇതായിരുന്നു പറയാനുള്ളത്. ജേർണൽ ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇനി ഇതൊരു നിങ്ങൾക്കൊരു ഹാബിറ്റ് ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. റെഗുലറായിട്ട് ഒരു സമയത്ത് ഇത് എഴുതാൻ നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്കിത് റൊട്ടീനാവും, ഒരു ഹാബിറ്റ് ആവും.
ഇത് ഓട്ടോമാറ്റിക്കലി പിന്നെ നടന്നോളും. പിന്നെ വേറൊന്ന്, നിങ്ങളുടെ ഈ ജേർണൽ അധികം ആരും എടുക്കാത്ത എന്നാൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് വെക്കാൻ നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് എഴുതാൻ തോന്നും എപ്പോഴും. അപ്പം നിങ്ങൾ ഡെയിലി ഇപ്പം രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങളുടെ ഈ ജേർണൽ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് എഴുതിക്കോളും. പിന്നെ ഇതിനെ ഒന്ന് പെയർ ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ രാവിലെ ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ 11 മണിക്കോ നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് നിങ്ങളിതൊന്ന് പെയർ ചെയ്യുക. നിങ്ങൾ ട്രാവൽ ടൈമിലോ എപ്പോഴാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പെയർ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അഗെയിൻ ദാറ്റ് വിൽ ഹാപ്പൻ. ആൻഡ് നിങ്ങളിത് ഈ ജേർണലിങ്ങിൻ്റെ പരിപാടി നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആക്കാൻ നോക്കണ്ട. ഇതിൽ പെർഫെക്ഷൻ അച്ചീവ് ചെയ്യാനൊക്കെ വലിയ പാടാണ്. പെർഫെക്ഷൻ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയില്ല. ഫൊർഗെറ്റ് അബൌട്ട് അച്ചീവിങ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. കാരണം ഒത്തിരി പേര് ഇത് നിർത്തിപ്പോകാനുള്ള കാരണം ഞാൻ കണ്ടിട്ടുള്ളത്, ഇവർ ഈ പെർഫെക്ഷൻ അച്ചീവ് ചെയ്യാൻ നോക്കും. ഇതിൻ്റെ അത് പെർഫെക്ഷൻ ഒന്നും ഇല്ല. നിങ്ങളതങ്ങ് ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസം വരും. ഇപ്പോൾ ജേർണലിങ് ചെയ്യുന്നവരുടെ ഇടയിൽ നടത്തിയിട്ടുള്ള സ്റ്റഡിയിൽ അവർ തന്നെ ചെയ്യുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഫോക്കസ് ലെവൽസ് തന്നെ മാറിയിട്ടുണ്ട്. അപ്പം ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ജേർണലിങ്ങിനെ കുറിച്ചും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചും ഒത്തിരി വീഡിയോസ് ചെയ്യാൻ താല്പര്യമുണ്ട്. Entrepreneurship, എല്ലാത്തിനെയും കുറിച്ചും. If you haven't subscribed to this channel, subscribe for more such similar content. Like this video if you have liked it. അപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് it might be useful for them, feel free to share it and see you in the next video.